ഇതിനകത്ത് സേനാപതി വേണു സാർ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിൽ അത് ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിൽ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് രാഷ്ട്രപതി പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ രാംകുമാർ സാറും ഉണ്ട്, അഡ്വക്കേറ്റ് സേനാപതി വേണു ഒക്കെ നിയമമേഖലയിൽ വക്കീലാണ് എന്നതിൻ്റെയാണ് എൻ്റെ ഒരു പ്രാഥമിക ധാരണ. അപ്പം അദ്ദേഹം വക്കീൽ തന്നെയാണ്. നിങ്ങൾ ഇന്ത്യൻ പ്രോട്ടോകോൾ പ്രകാരം ഡൽഹിക്ക് പുറത്ത് ഒരു പൊതുചടങ്ങിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ സാധിക്കില്ല. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ആ കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രപതി എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല, പ്രധാനമന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കുന്നു, ഇതാണ് ചോദ്യം. രാഷ്ട്രപതി എന്തുകൊണ്ട് പങ്കെടുപ്പിക്കുന്നില്ല, പ്രധാനമന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കുന്നു. ഇനി പ്രധാനമന്ത്രി പങ്കെടുത്താലും പ്രശ്നം. നോക്കൂ, എന്തൊരു വിരോധാഭാസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റൊരു കാര്യം കൂടി ഉണ്ട് സേനാപതി വേണു സാർ. നിങ്ങൾ രാമൻ ഈ ഭേദഭാവനകളെ പിഴുതെറിഞ്ഞാണ് രാമൻ. സർവ്വചരാചരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവനാണ് രാമൻ. നമുക്കത് അണ്ണാരക്കണ്ണനെ പോലും മോക്ഷം നൽകിയവനാണ് രാമൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനമന്ത്രി, ഒരു വ്യക്തി, ഇനി പ്രധാനമന്ത്രി എന്ന് നിങ്ങൾ മാറ്റി നിർത്തും, ഒരു വ്യക്തി ഈ പ്രാണപ്രതിഷ്ഠ പോലെയുള്ള ഒരു ചടങ്ങിനകത്ത് വന്നിരിക്കുന്നതാണ് സാർ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം അതാണ്. ഈ ഒരു ഫ്യൂഡൽ മനോഭാവത്തോടു കൂടി ഒരു അപ്പർ ക്ലാസ് പൊളിറ്റിക്സിന്റെ മനോനിലയിൽ നിന്ന് കോൺഗ്രസ് ഇന്നും താഴോട്ട് വന്നിട്ടില്ല. പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അത് സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം അവിടെ യജമാനായി ഇരിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? രണ്ടാമത് ആനന്ദിബെൻ പട്ടേൽ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് 33% സംവരണം വനിതകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 33% സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ രാജ്യത്തിലെ അമ്മമാരുടെ, സ്ത്രീകളുടെ, കുഞ്ഞു മക്കളുടെ അമ്മമാരുടെ പ്രതീകമായിട്ടുള്ള ആനന്ദിബെൻ പട്ടേൽ അതിൽ പങ്കെടുക്കുന്നത് എന്താ പ്രശ്നം? യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് സന്യാസിയും കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം UP മുഖ്യമന്ത്രിയാണെങ്കിലും സന്യാസിപരനായാണ്. അപ്പൊ സമസ്ത മേഖലയിൽ നിന്നും ഈ രാജ്യത്തിന്റെ പരിച്ഛേദമാണ് സാർ അവിടെ ഉണ്ടായിട്ടുള്ളത്. മോഹൻജി ഭാഗത്ത് ആയിക്കോട്ടെ, ആനന്ദിബെൻ പട്ടേൽ ആയിക്കോട്ടെ, യോഗി ആദിത്യനാഥ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന സമയത്ത് സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഒരു ചടങ്ങിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ഈ ഫ്യൂഡൽ മനോഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ ഇത് താന്ത്രിക വിധിപ്രകാരം തന്ത്രികൾ നിശ്ചയിക്കുന്ന ചടങ്ങാണ് സാർ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നടക്കുന്ന ഒരു ചടങ്ങല്ലല്ലോ. തന്ത്രികൾ നിശ്ചയിക്കുന്ന ഒരു ചടങ്ങിനകത്ത് ആര് പങ്കെടുക്കണം, ആര് പങ്കെടുക്കണ്ട എന്ന് നിശ്ചയിക്കുന്നത് തന്ത്രികന്മാരാണ്. അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരനോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കോ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അത് താന്ത്രിക വിധികൾ പ്രകാരം നടക്കുന്ന സ്വകാര്യ ചടങ്ങാണ്. ആ ചടങ്ങിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്. നോക്കൂ, ഈ ലോകത്ത് ഈ പ്രശ്നാധിഷ്ഠിതമായി മതങ്ങളുടെ പേരിലുള്ള എത്രയെത്ര സംഭവങ്ങളുണ്ട് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത. അലക്സ പള്ളിയുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഹാഗിയ സോഫിയയുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജനാധിപത്യവും താന്ത്രികവും രണ്ടും കൂടെ ഒന്നും അത് എന്താ പറഞ്ഞ പൊരുത്തപ്പെട്ടു പോവുകയല്ല. ഒന്നുകിൽ താന്ത്രിക രീതിയിലാവട്ടെ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലാവട്ടെ, ഇത് രണ്ടും കൂടെ. അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, വേണു സാർ ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള രാജ്യമല്ല സാർ. നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള എല്ലാ മതങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, സംസ്കാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, സനാതന ധർമ്മത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കൂ. അതുകൊണ്ടല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് സാർ, നിങ്ങൾ ഒരു വക്കീലല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുമ്പിലുള്ള ആദ്യത്തെ ഒരു പേജിനകത്തുള്ള ഫസ്റ്റ് ചിത്രത്തിൽ ആരാണുള്ളത് സാർ? രാമനല്ലേ, ലക്ഷ്മണനല്ലേ, സീതയല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹിന്ദുമതത്തിൽപ്പെട്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസപ്രകാരം എന്താ അവിടെ ഈ ഹിന്ദുമതത്തിൽപ്പെട്ട ഈ രാമൻ, നിങ്ങൾ അയോധ്യയിൽ ജനിച്ചോന്നറിയാത്ത തർക്കമന്ദിരത്തിന്റെ പുറത്ത് വന്നിട്ടുള്ള രാമനെ എന്തിനാണ് സാർ ഈ ഭരണഘടനയുടെ ഈ മുഖാവരണത്തിൽ വെച്ചിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. നിങ്ങൾ സത്യത്തിൽ ഇന്ന് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥയ്ക്ക് കാരണം സംഘടിത ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് സംഘടിത ന്യൂനപക്ഷം പറയുന്ന ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം നിങ്ങളുടെ വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി സാർ മത്സരിക്കുന്നത്, അമേത്തിയിലല്ല. രാഹുൽ ഗാന്ധിക്ക് വയനാടോ മലപ്പുറമോ മഞ്ചേരി അല്ലാതെ സുരക്ഷിതമായ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ ഇല്ല സാർ. അപ്പൊ നിങ്ങൾ എത്തിയിരിക്കുന്ന ഗതികളുടെ സത്യത്തിൽ ഞങ്ങൾക്ക് സഹതാപമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കും.